അമേരിക്ക തകർത്ത ഇറാനിയൻ കപ്പലുമായി ബന്ധപ്പെട്ടിട്ട് ദുരൂഹതകൾ ഒരുപാട് നിലനിൽക്കുകയാണ്. എന്തൊക്കെയാണ് ആ ദുരൂഹതകൾ? ഇന്ത്യയുടെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് ഇത് സഞ്ചരിച്ചതാണോ ഈ അപകടത്തിന് പിന്നിലുള്ള കാരണം? ശ്രീലങ്കയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിനോട് ചേർന്ന് മാർച്ച് 4-ാം തീയതി ആണ് ഈ ഇറാനിയൻ യുദ്ധക്കപ്പലായ, അതായത് ഒരു ഫ്രിഗേറ്റ് ആയ ഐറിസ് ദേന എന്ന കപ്പൽ അമേരിക്ക ഒരു അമേരിക്കൻ ആണവ അന്തർവാഹിനി ടോർപിഡോ ഉപയോഗിച്ച് തകർത്തത്. അതിനെക്കുറിച്ച് പുറത്തു വരുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. എന്തെന്നാൽ ഈ അന്തർവാഹിനി ഈ കപ്പലിനോടൊപ്പം മറ്റു രണ്ട് കപ്പലുകളിലൂടെ ഈ ഇന്ത്യയുടെ മിലാൻ 2026 എന്ന നാവിക അഭ്യാസത്തിൽ പങ്കെടുത്തിരുന്നു. രണ്ട് ഇറാനിയൻ കപ്പലുകളുടെ. ശരിക്കും പറഞ്ഞാൽ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു നാവികാഭ്യാസ ആയിരുന്നു ഈ മിലാൻ 2026. 76 രാജ്യങ്ങൾ പങ്കെടുത്തു എന്നാണ് കണക്ക്. ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ്. ഞാൻ തന്നെ സത്യം പറഞ്ഞാല് ആ സമയത്ത് ഇത് അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. ആ 76 രാജ്യങ്ങൾ പങ്കെടുത്തതിൽ ഒരു രാജ്യം മാത്രമാണ് ഇറാന്. അപ്പോ അങ്ങനെയുള്ള ആ ഇറാന്റെ 3 കപ്പലുകളാണ് പങ്കെടുത്തത്. ആ 3 കപ്പലുകളിൽ ഐറിസ് ദേന എന്ന ഫ്രിഗേറ്റ്, ഐറിസ് ബുഷേർ എന്ന മറ്റൊരു കപ്പല്, ഐറിസ് ലവാൻ എന്ന വേറൊരു കപ്പല്. അങ്ങനെ 3 കപ്പലുകളാണ്. ഈ ഐറിസ് ദേന തിരികെ പോകുമ്പോൾ ഇന്ത്യ വളരെ കൃത്യമായിട്ട് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അമേരിക്ക അങ്ങനെ അന്തർവാഹിനികൾ അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ ഉണ്ടാകും. അത് നിയമപരമായിട്ട് തെറ്റല്ല. യുദ്ധം നടക്കുമ്പോൾ അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ വെച്ച് ആർക്കും ശത്രു രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കും. അതിനാൽ മടങ്ങി പോകണ്ട, ഇവിടെ തന്നെ ഡോക്ക് ചെയ്ത് യുദ്ധം കഴിഞ്ഞിട്ട് പോകാൻ പറഞ്ഞു. അവർ അത് കേട്ടില്ല. ഇനി എന്നാണ് ഈ രണ്ട് കാര്യങ്ങളിലാണ് ഇവിടെ സംശയമുള്ളത്. ഒന്ന്, ഈ ഇന്ത്യയുടെ നിർദ്ദേശത്തെ അവഗണിച്ച് അവർ പോയത്. ഈ ബാക്കി രണ്ടെണ്ണം അവഗണിച്ചു. ഇതിലെ 3-ാമത്തെ കപ്പലായ ഐറിസ് ലവാന കൊച്ചിയിലെ ഇപ്പോൾ നങ്കൂരം വിട്ട് കിടപ്പുണ്ട്. ആ കപ്പലിൽ എന്തുകൊണ്ട് രണ്ട് ഇറാന്റെ കപ്പലാണല്ലോ. ഐറിസ് ലവാൻ എന്തുകൊണ്ടാണ് തിരിച്ചു പോകാതെ കൊച്ചിയിൽ തന്നെ നിന്നത്? അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. 200-ലധികം നാവികരെ ഇന്ത്യ സുരക്ഷിതമായിട്ട് ഇവിടെ പാർപ്പിച്ചിട്ടുണ്ട്. ആ കപ്പലും കൊച്ചിയില് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ്. അതിനിയും ആരും ആക്രമിക്കില്ല. ഇനിയും മറ്റേ കപ്പല്, അതായത് ഐറിസ് ബുഷേർ എന്ന കപ്പല് ശ്രീലങ്കയില്, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ വടക്ക് കിഴക്കൻ ശ്രീലങ്കയിലെ ട്രിങ്കോമാലി തുറമുഖത്ത് അത് ആങ്കർ ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കപ്പലാണ് എല്ലാ തരം വാണിങ്ങുകളെയും അവഗണിച്ചുകൊണ്ട് ആ കപ്പൽ പോയി. അതിന്റെ ഫലം അവർക്ക് കിട്ടി. അതിന്റെ പേരിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. അതാണ് ഒന്നാമത്തെ വിഷയം. ഇനി രണ്ടാമത്തെ കാര്യം, അതീവ ദുരൂഹതയുള്ളത് ഈ രണ്ടാമത്തെ വിഷയമാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, മിലാൻ 2026 നടന്നത് ഫെബ്രുവരി 15 മുതൽ ഫെബ്രുവരി 25 വരെയാണ്. ഫെബ്രുവരി 15-ന് തുടങ്ങി 25 വരെ. അപ്പൊ 25-ന് ശേഷം ഈ കപ്പല് ഇവിടെ നാവികാഭ്യാസത്തിൽ പങ്കെടുക്കാനില്ല. 25-ാം തീയതി കഴിഞ്ഞതിന് ശേഷം 26-ാം തീയതി എല്ലാ കപ്പലുകളും ഈ വിശാഖപട്ടണത്തിൽ ഇന്ത്യൻ തീരം വിട്ടു. ഇന്ത്യയുടെ പുറംകടലിൽ നിന്ന് അവർ പോയി, ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ നിന്ന് പോയി. ഈ കപ്പലിന്റെ വേഗത നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഐറിസ് ദേന എന്ന കപ്പലിന്റെ വേഗത മണിക്കൂറിൽ 30 നോട്ടിക്കൽ മൈലാണ് പരമാവധി വേഗത. ഈ കപ്പൽ തകർക്കപ്പെട്ടത് ഏതാണ്ട് 600-650 നോട്ടിക്കൽ മൈൽ ഈ പറയുന്ന വിശാഖപട്ടണത്തു നിന്നും 650 നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് ശ്രീലങ്കയുടെ ഗല്ലി തുറമുഖത്തിൽ നിന്നും അതിന്റെ പുറംകടലിലാണ്. അപ്പൊ അവിടെ ഈ 26-ാം തീയതി ഫെബ്രുവരി 26-ന് ഈ കപ്പൽ പുറപ്പെട്ടതാണ്. ആ 26-ന് പുറപ്പെട്ട ഈ കപ്പൽ സാധാരണഗതിയിൽ ഒരു ദിവസം കൊണ്ട് അവിടെ എത്തും. കാരണം 600 നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ ഒരു 30 നോട്ടിക്കൽ മൈൽ പരമാവധി വേഗതയുള്ള കപ്പൽ നമുക്ക് പ്രതീക്ഷിക്കാം ശരാശരി 25 നോട്ടിക്കൽ മൈൽ വേഗതയിൽ യാത്ര ചെയ്തിരുന്നു. അങ്ങനെ 25 നോട്ടിക്കൽ മൈൽ വേഗതയിൽ യാത്ര ചെയ്താല് 10 മണിക്കൂർ കൊണ്ട് 250 നോട്ടിക്കൽ മൈൽ എത്തും.
20 മണിക്കൂർ കൊണ്ട് എത്ര 20 മണിക്കൂർ കൊണ്ട് അത് അതിന്റെ ഇരട്ടി ദൂരം, അതായത് 500 നോട്ടിക്കൽ മൈൽ എത്തും. ഒരു 25 മണിക്കൂർ കൊണ്ട് അത് മിക്കവാറും 600 നോട്ടിക്കൽ മൈലിന് അടുത്തെത്തും. അപ്പൊ 1.5 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ഈ ഫെബ്രുവരി 28 കൂടി ഈ കപ്പല് നിശ്ചയമായിട്ടും അവിടെ എത്തേണ്ടതാണ്. പക്ഷെ അവിടെ എത്തിയത് മാർച്ച് 4-നാണ്. അപ്പൊ ഈ ബാക്കി ദിവസം ഈ കപ്പൽ എവിടെ പോയിരുന്നു? ഇപ്പോഴും ദുരൂഹമാണ്. ഈ കപ്പൽ മറ്റെവിടെയോ പോയിരിക്കുകയായിരുന്നു. ഈ യുദ്ധക്കപ്പൽ മറ്റെവിടെയോ കറങ്ങി നടന്നു കടലില്. അപ്പോ ഈ ഇത്രയും വേഗത, ഞാൻ പറഞ്ഞത് അതിന്റെ മാക്സിമം വേഗതയിൽ പോകുന്നു എന്ന് ഞാൻ സങ്കല്പിച്ചിട്ടില്ല. മാക്സിമം വേഗതയായ 30 നോട്ടിക്കൽ മൈലിന് ഒരു 5 നോട്ടിക്കൽ മൈലൂടെ കുറച്ചിട്ട് 25 നോട്ടിക്കൽ മൈലിൽ ആ കപ്പൽ സഞ്ചരിച്ചു എന്ന് ഓപ്പറേഷണൽ സ്പീഡ്, ഞാൻ മാക്സിമം ഓപ്പറേഷണൽ സ്പീഡ് 25 നോട്ടിക്കൽ മൈൽ എന്ന് സങ്കല്പിച്ചാലും ഒരു 40 മണിക്കൂറിനപ്പുറം, അതായത് ഒരു 1.5 ദിവസത്തിനപ്പുറം ഈ കപ്പൽ ശ്രീലങ്കയിൽ നമ്മൾ അത് തകർക്കപ്പെട്ട പ്രദേശത്ത് എത്താൻ 1.5 ദിവസം പരമാവധി മതിയാവും. അതിന് ശേഷം വളരെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ കപ്പൽ അവിടെ എത്തിയത്. ഒന്നാമത് അത് പിന്നെ ഇന്ത്യയുടെ എല്ലാത്തരം സഹായ വാഗ്ദാനങ്ങളും വേണ്ടെന്ന് വെച്ചു. രണ്ടാമത് ഈ കപ്പല് കൃത്യസമയത്ത് അതിന്റെ യഥാർത്ഥ വേഗതയിലല്ല പോയത്. ഇതിനിടയ്ക്കുള്ള സമയത്ത് ഇത് എവിടെയൊക്കെ പോയി എന്ന് അറിഞ്ഞുകൂടും. ഒരുപക്ഷെ ഇന്ത്യ സർക്കാരിന് അറിയായിരിക്കും, കാരണം കപ്പലിന്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് സ്വിച്ച്ഡ് ഓൺ ആണെങ്കിൽ. ഇനി അടുത്ത വിഷയം, അത് സ്വിച്ച്ഡ് ഓൺ ആയിരുന്നോ അല്ലയോ? ചിലപ്പം ഇതെല്ലാം ഓഫ് ചെയ്തിട്ട്, അങ്ങനെയാണല്ലോ ഈ സാധാരണഗതിയിൽ ഷാഡോ ഓയിൽ ടാങ്കറുകൾ നീങ്ങുന്നത്. അപ്പൊ ഇതിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ലളിതമായിട്ട് ഇവിടെ വിശാഖപട്ടണത്ത് വന്ന് നാവികാഭ്യാസത്തിൽ പങ്കെടുത്തിട്ട് അങ്ങ് പാവങ്ങള് ഇറാനിലോട്ട് തിരിച്ചു പോയപ്പം ഈ കള്ള അമേരിക്കക്കാര് കടലിന്റെ അടിയിൽ പതിയും കിടന്ന, അതൊന്നും തെറ്റല്ല. യുദ്ധത്തിൽ അങ്ങനെയൊക്കെ ചെയ്യും. ഇന്ത്യയുടെ പിന്നെ ടെറിട്ടോറിയൽ വാട്ടറിലും അല്ല, ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലും അല്ല. ടെറിട്ടോറിയൽ വാട്ടർ എന്ന് പറയുന്നത് 12 നോട്ടിക്കൽ മൈൽ വരെ ഉള്ളൂ. അതായത് നമ്മുടെ തീരത്തു നിന്നും 12 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞാൽ അതുവരെ മാത്രമേ ടെറിട്ടോറിയൽ വാട്ടർ ഉള്ളൂ. ആ ടെറിട്ടോറിയൽ വാട്ടറിൽ ശരിക്കും ഒരു കപ്പലിനും കയറാൻ പറ്റത്തില്ല. അതായത് അത് ചരക്ക് കപ്പലാകട്ടെ പിന്നെ യുദ്ധക്കപ്പലാകട്ടെ, അതിന് പുറത്ത് 12 നോട്ടിക്കൽ മൈൽ തൊട്ട് 200 നോട്ടിക്കൽ മൈൽ വരെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ആണ്. ആ പ്രദേശത്ത് ഏത് കപ്പലിനും സഞ്ചരിക്കാം. പക്ഷെ യുദ്ധമൊന്നും, അതായത് അവിടെ വെച്ച് ആക്രമണ സ്വഭാവം ഒന്നും കാണിക്കാൻ പറ്റില്ല. ആ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണും കഴിഞ്ഞ് ഇന്റർനാഷണൽ വാട്ടറിൽ വെച്ചാണ് US ആക്രമിച്ചത്. എന്തായാലും ശരി, ഇറാനിയൻ കപ്പലിൽ ചില കാര്യങ്ങളിൽ ഒരുപാട് അവ്യക്തതകൾ ഈ ഒരു കപ്പലിലുണ്ട്. ഒരു കപ്പൽ ഇങ്ങനെ പെരുമാറിയപ്പോ എന്തുകൊണ്ടാണ് മറ്റു കപ്പലുകൾ, മൂന്നാമത്തെ കപ്പലായ ഐറിസ് ലവാൻ കൊച്ചിയിൽ ആങ്കർ ചെയ്യാൻ തയ്യാറായത്? അപ്പൊ ഇറാന്റെ 3 കപ്പലും 3 രീതിയിലാണല്ലോ പെരുമാറിയത്. ഈ 3 ഒരു രാജ്യത്തിന്റെ കപ്പൽ തന്നെ, ഒരേ നാവികസേനയുടെ കപ്പൽ. ആ 3 കപ്പലും 3 രീതിയിൽ പെരുമാറി. രണ്ടുപേര്, ഒരാൾ ഇന്ത്യ ആദ്യമേ പറഞ്ഞപ്പോ കേട്ട് ഇവിടെ തന്നെ ആങ്കർ ചെയ്തു. രണ്ടാമത്തെ ആള് കുറച്ച് പറഞ്ഞത് കേൾക്കാൻ ബുദ്ധിമുട്ടി, എങ്കിലും ശ്രീലങ്കയുടെ എത്തിയപ്പോ കാര്യം മനസ്സിലായി, ശ്രീലങ്കയോട് സഹായം അഭ്യർത്ഥിച്ചു, അവര് കയറ്റിവിട്ടു. അപ്പൊ മൊത്തത്തിൽ ഒരുപക്ഷെ ഇറാൻ നാവികസേനയിൽ നിലനിൽക്കുന്ന ഒരു അച്ചടക്ക രാഹിത്യമായിരിക്കാം ഇതിന്റെ പിന്നിലുള്ള ഒരു കാര്യം. അതായത് ഓരോരുത്തരും തോന്നിയ പോലെ ചെയ്യുകയായിരിക്കാം, അങ്ങനെ സംഭവിക്കാം. അവർക്ക് ഒരു സെൻട്രൽ കമാൻഡ് കൃത്യമായ രീതിയിലില്ല. അവര് ഒരുപക്ഷെ പരിഭ്രാന്തരായിരിക്കാം. അവർക്ക് മുങ്ങിക്കപ്പലുകൾ ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ആ കപ്പലുകൾ പരിഭ്രാന്തരായിരിക്കാം. ഈ തകർക്കപ്പെട്ട കപ്പല് കുറച്ച് അമിതാവേശമുള്ള കുറെ നാവികരായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ ഇസ്ലാമിക് റവല്യൂഷൻ IRGCയുടെ നിയന്ത്രണത്തിലുള്ളതായിരിക്കാം. അവർ ബാക്കിയുള്ളവരെക്കാൾ കുറച്ചുകൂടെ മിടുക്കന്മാരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതായിരിക്കാം. എന്തായാലും ദൗർഭാഗ്യവശാൽ ഈ അമിതാവേശം ഐറിസ് ദേനയെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരന്തത്തിൽ കലാശിച്ചു. അവർക്ക് പിന്നെ ഒരു എതിർ രാജ്യത്തിന്റെ മുങ്ങിക്കപ്പലിനെ നേരിടാൻ യാതൊരു സംവിധാനവും ഇറാനില്ല. ഒന്നുകിൽ ഇറാന് സ്വന്തമായിട്ട് സബ്മറീൻസ് വേണം, മുങ്ങിക്കപ്പലുകൾ വേണം. അങ്ങനെ മുങ്ങിക്കപ്പലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇതിനെ എസ്കോർട്ട് ചെയ്യാൻ പറ്റൂ. സാധാരണ അങ്ങനെയാണ്. ഒരു യുദ്ധ സമയത്ത് ഒരു നാവിക കപ്പൽ പോകുമ്പോൾ അതിന് എസ്കോർട്ട് ഷിപ്പുകളും കാണും. പക്ഷെ ഈ എസ്കോർട്ട് ഷിപ്പ് വിടാൻ ഇറാനില്ല. പിന്നെ അല്ലെങ്കിൽ വേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്,
ഈ ആന്റി സബ്മറൈൻ വാർഫെയറിലെ കൃത്യമായിട്ട് അതിന് ശേഷിയുള്ള ഹെലികോപ്റ്ററുകളുണ്ട്, അതല്ലെങ്കിൽ വിമാനങ്ങളുണ്ട്. അതായത് ഇപ്പൊ ഇന്ത്യ അത് രണ്ടും പക്ഷേ അമേരിക്കയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഇന്ത്യയുടെ കയ്യിൽ ഇരിക്കുന്നത് MH-60 റോമിയോ. ആ MH-60 റോമിയോ ആന്റി സബ്മറൈൻ കപ്പാസിറ്റി ഉള്ള സെൻസറുകളും റഡാറും വെച്ചിട്ട് കടലിനടിയിലൂടെ നീങ്ങുന്ന അന്തർവാഹിനികളെ കണ്ടെത്തി അവയ്ക്ക് നേരെ മിസൈൽ ഉപയോഗിച്ച് അവയെ തകർക്കുന്നവയാണ്. അല്ലെ ടോർപിഡോ വിക്ഷേപിക്കാനും പറ്റും. അതുപോലെ ഇന്ത്യയുടെ കയ്യിൽ പൊസൈഡൺ P-8 പൊസൈഡൺ എന്ന് പറയുന്ന മറ്റൊരു ആന്റി സബ്മറൈൻ വാർഫെയർ വിമാനമുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇറാൻ ഇങ്ങനെ ഒരു സംവിധാനവും ഇല്ല. അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് യുദ്ധം കഴിയുന്നിടം വരെ ഇവിടെ നിൽക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം, അമേരിക്ക ശ്രീലങ്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഈ ശ്രീലങ്കയിൽ അഭയം തേടിയ ഇറാൻ നാവികരെ ഇറാന് വിട്ടുകൊടുക്കരുതെന്ന്. കാരണം അമേരിക്ക പറയുന്നത് ഇവർ യഥാർത്ഥത്തിൽ കൂറുമാറി ഇറാനിൽ നിന്നാണ്. ഈ കൊച്ചിയിൽ ഇപ്പോൾ അഭയം തേടിയിരിക്കുന്ന ഈ ഇറാനിയൻ യുദ്ധക്കപ്പലും കൂറുമാറിയതാണോ എന്ന് സംശയിക്കാൻ ന്യായങ്ങൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കാണുന്നു. നമുക്ക് കൃത്യമായ വിവരമില്ല, അതിനെക്കുറിച്ച് ഞാൻ തൽക്കാലം അതുകൊണ്ട് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഇതിൽ കൃത്യമായ ദുരൂഹതകൾ ഈ ഒരു വിഷയത്തിലുണ്ട്. ആ ദുരൂഹതകൾ ഇറാൻ തന്നെയാണ് നീക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഈ ഇന്ത്യയുടെ ഒരു വാണിംഗ് ഒക്കെ ഉണ്ടായിട്ടും അവര് തിരിച്ച് ഇറാനിലേക്ക് പോയത്? ഇത് ഇന്ത്യയെ കുറ്റപ്പെടുത്തേണ്ട യാതൊരു കാര്യവും ഇതിലില്ല. ഇന്ത്യ അവരെ പരമാവധി സഹായിക്കാൻ ശ്രമിച്ചു. ശ്രീലങ്കയിലെ ഈ തകർക്കപ്പെട്ട കപ്പൽ അതിലെ നാവികരെ പോലും രക്ഷിക്കാൻ വളരെ വേഗത്തിൽ തന്നെ ഇന്ത്യൻ നാവികസേന ഇടപെട്ടു. ദൗർഭാഗ്യവശാല് അതിലൊന്നും തന്നെ അതിനു മുമ്പ് തന്നെ കുറെ പേര് മരിച്ചു പോയിരുന്നു. പക്ഷെ എന്നാലും യുദ്ധസമയമാണ്, ഒരുപാട് ദുരൂഹതകളും ഇതുപോലുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനാണ് സാധ്യത. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങളുമായിട്ട് പുറത്തു വരുമ്പോഴേക്കും നമുക്ക് പ്രേക്ഷകരെ അപ്ഡേറ്റ് ചെയ്യാം. ഇതിനിടെ ഈ കൊച്ചിയിൽ അഭയം തേടിയ കപ്പലിന്റെ വീഡിയോ എടുക്കാൻ പോയ റിപ്പബ്ലിക് ടിവിയുടെ ക്യാമറാമാനെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ്. എന്തായാലും ഫോട്ടോ എടുക്കുന്നതും ഇതിന്റെ വീഡിയോ എടുക്കുന്നതും ഒക്കെ ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. എന്താണെന്ന് അറിയാൻ വയ്യ, അവര് അഭയം തേടിയതാണോ അതോ അവര് ഇറാനിൽ നിന്നും കൂറുമാറിയോ അതോ എന്താണ് സംഭവിക്കുന്നത്? എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ ഇന്ത്യൻ നേവിയുടെ ഔദ്യോഗിക പത്രക്കുറിപ്പ് പുറത്തു വരുമ്പോൾ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാം.